അങ്ങനെ ഗെയ്സ് ഇതാണ് ഗൈസ് മുട്ടപ്പായസം റെഡി ആയിരിക്കുന്നു. മുട്ട പായസവും. മുട്ട പുഴുങ്ങി കഴിഞ്ഞ്. ഇനി അത് നമ്മൾ വെറുതെ വേറൊരു മുട്ടപ്പായസം. പാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഇനിയും മുട്ട കണ്ടിരിക്കുന്നു. അരിഞ്ഞ ഇനി സാധനങ്ങളെല്ലാം നമ്മൾ കൂടി ഇതുവരെ ഇടും. കണ്ടോണ്ടിരുന്നത് ഗ്യാസ് ഓണാക്കാതുള്ള കളിയാണ്. ഇനിയുള്ള ഗ്യാസ് ഓണാക്കിയുള്ള കളിയാണ്. എല്ലാരും ഓടാൻ പറ്റുന്നവർ ഓടിക്കൂ. ആ വീട്ടുകാരോടാണ് ഇറങ്ങി ഓടുവിൻ. ഇവള് വീട് കത്തിക്കും. ഓടിക്കാ അവിടുന്ന്. എണ്ണ ഒഴിക്കട്ടെ ഗൈസ്. എണ്ണയാണോ പെട്രോളാണോ? അതെ, എണ്ണയാണോ പെട്രോളാണോ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിട്ട് ഒഴിക്കും. കുക്കിംഗ് ഓയിൽ. എഴുതി വെച്ചിട്ട് കാര്യമില്ല. നേരെ പെട്രോൾ മേടിച്ച് കുപ്പിയാണല്ലോ. ഇല്ല കളറ് കണ്ടായിരുന്നു. നമുക്ക് ലൈവായിട്ട് നിങ്ങൾ ആരും ലൈവായിട്ട് പൊട്ടിത്തെറി കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാണാം. ഇപ്പൊ സെറ്റ്. നമ്മൾ അടുത്തിരുന്ന് കടുക് മണീസ്. കടുകൊക്കെ കിട്ടൂല്ലോ അവിടെ. ഇങ്ങനെ കടുകിട്ടിരിക്കുകയാണ്. തോടിനുള്ളിൽ മുട്ടയുണ്ടോന്ന് നോക്കി. ഉണ്ടല്ലോ, മുട്ടയൊക്കെ ഉണ്ട്. അന്നമേ തലേ തോടിരിക്കും, തൂത്തോളാം. എന്നാ തോന്നണ്ട. അഭി വിളിക്കുന്നുണ്ട്. അയ്യോ, ദാണ്ട നമ്മുടെ ജയ വന്നിട്ടുണ്ട്. നിത്യ ജയിച്ചേച്ചി. എനിക്ക് എനിക്കും അതെ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ അഞ്ജൂസിന്റെ ലൈവിൽ ഞാൻ വിളിച്ചിട്ടില്ലെന്ന് ഫോട്ടോ പറഞ്ഞിട്ട് മാറ്റി വന്നേ. ജയ നമസ്കാരം. ഹലോ ഹനൂഫ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് എവിടെയും പോയി പറയരുത്, ദൈവത്തെ ഓർത്ത്. പറയും. ഞാനത് ഇതിട്ടിട്ടുണ്ട്, ഹൈലൈറ്റ് എടുത്തിട്ടുണ്ട്. സുഖല്ലേ? അതെ സുഖാണ്. 20 മിനിറ്റ് ആയിട്ട് സുഖമാണ്. സ്വന്തമായിട്ട് എല്ലാരും ശ്രദ്ധിച്ചോ? ആനയിടും ഓട്ടോ ഓട്ട്. ഞാൻ ഓടൂല. ഞങ്ങൾ ഈ ഓപ്പൺ ബാത്റൂം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ ആദ്യമായിട്ടാണ്. കുക്കിംഗ് എന്താണ്? മുട്ടക്കറിയാണ് ഉദ്ദേശിക്കുന്നത്. ചെയ്തു വരുമ്പോ ഒന്നെങ്കിൽ രസം, അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ പായസം കഴിക്കും, മുട്ടപ്പായസം. ടുഗദർ കയറി പെട്ടതല്ല. ഞാൻ അബദ്ധത്തിൽ ആ വഴിക്ക് പോയപ്പോ ഒരു ലിങ്ക് കണ്ടപ്പോ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയതാണ്. പെട്ടു. ഞാൻ ഇരുന്നോണ്ടാന്ന് തോന്നുന്നു എല്ലാരും പോയി കേട്ടോ. അന്നമ്മ എന്നെ ഇറക്കിട്ടോ. നാഗു കുക്കിങ്ങിന്റെ കൂടെ പോയി. ഷാഡോ വന്നിട്ട് അതേപോലെ പോയല്ലോ. 3 പേര് മുകളിലുണ്ട്. ജയ ചിരിക്കുന്നുണ്ട്. ജയ എന്നെ നോക്കിയാണോ ആക്കിയ ചിരിയിരിക്കുന്നത്? സത്യം പറയൂ. അന്നമ്മ ആരുമില്ല, ഇനി പാട്ട് പാടാം. എല്ലാരും പോയി കേട്ടോ. അയ്യോ, ഒരാളുണ്ടായിരുന്നു, ജയ. നിത്യ ഇരിപ്പുണ്ട് ഇവിടെ. ചിരിക്കാൻ പാടില്ലേ, എന്നാലും ഈ ആക്കിയ ചിരിയിരിക്കുന്നത്. ചിരിക്കാം. എങ്കിൽ എല്ലാരും പോയപ്പോ എന്നെ നോക്കിയൊരു ചിരി, അത് എന്നെ മാത്രം നോക്കിയാന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇത്രയും വലിയൊരു അന്നമ്മ അവിടെ നിൽപ്പില്ലേ? ആ അന്നമ്മയെ നോക്കി ചിരിക്കൂ. ഹലോ അല്ല, അന്നമ്മയെ നോക്കി ചിരിക്കാൻ പറഞ്ഞ. ഹലോ, കേൾക്കാം. കമ്പിളിപ്പുറത്ത് എല്ലാരും കേൾക്കുന്നുണ്ട്. ഞാൻ ഉള്ളി ഇട്ട് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക്. അതിനിടയ്ക്ക് ഓടിയതാന്ന് മനസ്സിലായി. ഉള്ളി ഇട്ടു, അല്ലല്ല, അത് ഫോൺ. ഒരു കുഴപ്പവും പറ്റിയില്ലാന്ന് കണ്ടപ്പോ തിരിച്ചു വന്നു. അതെ, എന്റെ കമ്പാനീനെ പാടൂ കണ്ടോ എന്ന് നോക്ക്. പറയുന്നുണ്ട്. അതിനകത്ത് എത്ര പേരുണ്ട്? ഒരാളെ ഉള്ളൂ. ഇനി പാടാം. ഞാനൊരു പാട്ട് പാടാം. ഇതൊന്ന് ഹൈലൈറ്റ് ആക്കുന്നത് ഞാൻ ഇതുവരെ ജീവിതത്തിൽ പാടിയിട്ടില്ല. ഇല്ല, പഠിക്കോ ധൈര്യമായിട്ട് പഠിക്കും. സ്ഥലത്ത് കൂടല്ലേ. ഷുഗർ മാത്രമേ അന്ന് കൂടുള്ളൂ, ഉപ്പ് കൂടില്ല.
പാട് 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 ജന്മനാ കിട്ടിയ